പൈസയുടെ ആവശ്യമില്ല. ഇവിടുത്തെ നരകമാ അപ്പുറത്തെ നരകം, ഇവിടുത്തെ സ്വർഗമാ അപ്പുറത്തെ സ്വർഗം. ഒരു മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തിയും രണ്ടുപേരും നല്ലവരാ. പക്ഷെ മത്തായി ചേട്ടനും കുടിച്ചാൽ ചെറ്റയാണ്, വഴക്കുണ്ടാക്കും, ഭാര്യയെ അടിക്കും, മക്കളെ ഇടിക്കും, പാത്രമൊക്കെ സ്ഥലം മാറി പറന്നു പോകും. ഈ മത്തായി ചേട്ടൻ 75-ാം വയസ്സിൽ മരിച്ചു. സ്വർഗത്തിൽ കയറാനുള്ള പുണ്യവും ഇല്ല, നരകത്തിൽ വിടാനുള്ള പാപവും ഇല്ല. പത്രോസ് പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തിൽ ഇരിക്കട്ടെ. ചിലപ്പോൾ നമ്മൾ പറയും സ്വർഗം നരകം ശുദ്ധീകരണ സ്ഥലമൊക്കെ ചുമ്മാ മനുഷ്യൻ പറയുന്നതാ. എവിടെയാ തെളിവ്? അതിന് ബൈബിൾ വായിക്കണം, എങ്കിലേ തെളിവുള്ളൂ. ലൂക്കാസ് വിശേഷം 16-ാം അധ്യായം സ്വർഗവും നരകവും ശുദ്ധീകരണ സ്ഥലവും ഈശോ നമ്മളെ പഠിപ്പിക്കുന്നു. ലൂക്കാസ് വിശേഷം 16-ാം അധ്യായം. അബ്രഹാമിൻ്റെ മടിത്തട്ടിൽ ലാസർ സ്വർഗം, കെടാത്ത തീയിൽ ധനവാൻ നരകം, നിങ്ങൾക്കും എനിക്കുമിടയിൽ ഒരു ഗർഭം ശുദ്ധീകരണ സ്ഥലം. അപ്പം മത്തായിച്ചേട്ടൻ പറഞ്ഞു ശുദ്ധീകരണ സ്ഥലത്തിൽ ഇരിക്കുക. മത്തായിച്ചേട്ടൻ 15 വർഷമായിട്ട് ശുദ്ധീകരണ സ്ഥലത്തില്ല. 15-ാം വർഷം മറിയാമ്മ ചേട്ടത്തി മരിച്ചിരുന്നു. പത്രോസ് പറഞ്ഞു മറിയാമ്മേ, കെട്ടിയവൻ മത്തായി ഇപ്പോഴും ശുദ്ധീകരണ സ്ഥലത്തില്ല, സ്വർഗത്തിൽ കയറിയിട്ടില്ല. പക്ഷെ മറിയാമ്മയ്ക്ക് ഇന്ന് തന്നെ സ്വർഗത്തിൽ കയറാം, ഭൂമിയിൽ ഒരുപാട് സഹിച്ചിട്ട് വന്നവളല്ലേ. പക്ഷെ സ്വർഗത്തിൽ കയറണമെങ്കിൽ ഒരു പരീക്ഷ പാസ്സാകണം. മറിയാമ്മ ചോദിച്ചു എന്താ പരീക്ഷ? അപ്പം പത്രോസ് പറഞ്ഞു ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് തെറ്റാതെ പറയണം, സംശയിക്കാതെ പറയണം, ആവർത്തിക്കാതെ പറയണം. പറഞ്ഞില്ലെങ്കിൽ കയറ്റിയല്ല. ചോദിച്ചോളാൻ പറഞ്ഞു. ലവ് സ്പെല്ലിങ് പറയാവോ? മറിയാമ്മ പറഞ്ഞു ECLOVE ലവ്, കയറിക്കൂ. ഇനി മറിയാമ്മ 2 മണിക്കൂർ സ്വർഗത്തിൻ്റെ കാവൽക്കാരി, പത്രോസിന് വേറെ ഡ്യൂട്ടിക്ക് പോവുകയാണ്. ആര് സ്വർഗത്തിൽ കയറാൻ വന്നാലും അവരോട് വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കണം. സംശയിച്ചാൽ കയറ്റില്ല, അറിയത്തില്ല കയറ്റില്ല, ആവർത്തിച്ചാൽ കയറ്റില്ല, സംശയിച്ചാൽ കയറ്റില്ല. ഇല്ല, ചോദിക്കേണ്ട 5 വാക്കും പറഞ്ഞു. ജീസസ്, പ്രൈസ്, ഫെയ്ത്ത്, ആമേൻ, ഹല്ലേലൂയ. ഈ 5 വാക്കുകളുടെ സ്പെല്ലിങ് ചോദിക്കാം. ഇനി മറിയാമ്മയ്ക്ക് വേണമെങ്കിൽ 1 or 2 വാക്ക് സ്വന്തമായിട്ടും ചോദിക്കാം. കൂട്ടുകാരി ജെസ്സി വന്നു, എന്നതാടി ജീസസിൻ്റെ സ്പെല്ലിങ് പറഞ്ഞു, കയറ്റി വിട്ടു. ലിസമ്മ വന്നു, ഫെയ്ത്തിൻ്റെ സ്പെല്ലിങ് കയറ്റി വിട്ടു. ആൻസമ്മ വന്നു, ഉടനെ ചോദിച്ചു ഹല്ലേലൂയയുടെ സ്പെല്ലിങ്. അന്നാണ് കെട്ടിയവൻ്റെ ഊഴം. മത്തായിച്ചേട്ടൻ കുനിഞ്ഞ് സ്വർഗത്തിൽ കയറാൻ വരിക. മറിയാമ്മയോട്ട് ഭൂമിയിൽ എനിക്കിട്ട് പണി തന്നവന് ഇന്നൊരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. മത്തായിച്ചേട്ടൻ ചോദിച്ചു ഓ ഹണി, നീയാണോ ഗേറ്റ് കീപ്പർ? അതേ സ്വീറ്റ് ഹാർട്ട്, ഞാൻ തന്നെയാണ്. എന്നെ ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കയറാവോ? അയ്യോ പറ്റിയല്ല, പരീക്ഷ പാസ്സാകണം, പരീക്ഷ പാസ്സായാലേ കയറ്റുള്ളൂ. എന്താ പരീക്ഷ? ഒരു വാക്കിൻ്റെ സ്പെല്ലിങ് ചോദിക്കും. സംശയിച്ചാൽ കയറ്റിയല്ല, ആവർത്തിച്ചാൽ കയറ്റിയല്ല, അറിയത്തില്ല കയറ്റിയല്ല. ചോദിക്കടി, ചാൻസ് ഒന്നേ ഉള്ളൂ, ചോദിക്കടി. പിന്നെ എന്നോട് പിണക്കൊന്നും തോന്നിയേക്കല്ലേ, സമയം കളയാ ചോദിക്കടി എന്ന് തോന്നുന്നു. ശരി, ചെക്കോസ്ലോവാക്യയുടെ സ്പെല്ലിങ് പറയാമോ? അതോടെ മത്തായിച്ചേട്ടൻ എന്നേക്കുമായി ഔട്ടായിരുന്ന. ഭൂമിയിലെ സ്വർഗമാണ് നിത്യതയുടെ സ്വർഗം, ഭൂമിയിലെ നരകമാ നിത്യതയുടെ നരകമെന്ന് പറയുക. നമുക്ക് നമ്മുടെ വീടിനെ ഈ തെന്നടി തകഴി ഇടവപ്പള്ളിയിൽ 2 വിധത്തിൽ പണിയാം. 1 സ്വർഗമായി, 2 നരകമായി. നമ്മൾ പറയും ബാബേൽ ഗോപുരം പോലെയും സിയോൻ മാളിക പോലെയും നമ്മുടെ വീടിനെ നമുക്ക് പണിയാം. ബാബേൽ ഗോപുരം പോലെയും സിയോൻ മാളിക പോലെയും. ഉൽപ്പത്തി 11 ബാബേൽ ഗോപുരം. ഇഷ്ടം പോലെ പണമുള്ള മനുഷ്യർ, ആരോഗ്യമുള്ള മനുഷ്യർ, സ്വാധീനമുള്ള മനുഷ്യർ, പക്ഷെ ദൈവത്തിൻ്റെ അരൂപിയില്ലാത്ത മനുഷ്യർ. പണമൊക്കെ ഉണ്ട്, ദൈവാരൂപിയില്ല. ഭാഷ ചെതറിപ്പോയി. സിമെൻറ്റ് ചോദിക്കുമ്പം മണൽ, മണൽ ചോദിക്കുമ്പം കട്ട, കട്ട ചോദിക്കുമ്പം വെള്ളം, വെള്ളം ചോദിക്കുമ്പോൾ മണ്ണ്. ഭാഷ ചെതറിപ്പോയി. ഈ ഇടവകയിൽ എൻ്റെ വീട് ബാബേൽ ഗോപുരമാണ്. ഭാഷ ചെതറിപ്പോയ ബാബേൽ ഗോപുരം. 60 വയസ്സുള്ള അമ്മായിയമ്മ പറയുന്ന ഒന്നും 30 വയസ്സുള്ള മരുമകൾക്ക് സുഖിക്കുന്നില്ല. മരുമകൾ പറഞ്ഞ അമ്മായിയമ്മയ്ക്ക് ദഹിക്കുന്നില്ല. ഭർത്താവ് എന്തു പറഞ്ഞാലും ഭാര്യ ധിക്കരിക്കുന്നു, ഭാര്യ എന്തു പറഞ്ഞാലും ഭർത്താവ് ധിക്കരിക്കുന്നു. ഭാഷ ചെതറിപ്പോയ ബാബേൽ ഗോപുരമാണോ നിങ്ങളുടെ വീടെന്ന് ഈ 2ാമത്തെ രാത്രിയിൽ ആത്മശോധന ചെയ്യാൻ ദൈവം വിളിക്കുന്നു. എങ്കിൽ അപ്പസ്തോല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിൽ ഒരു വീടുണ്ട്, സെഹിയോൻ മാളിക, സിയോൻ മാളിക. ഈ സിയോൻ മാളികയിൽ എന്തു സംഭവിച്ചു?
പല ഭാഷയും പല ദേശവും ഒരേ ഭാഷയിൽ മനസ്സിലായി. പല ദേശക്കാരുമൊക്കെയാണ്, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. അമ്മായിയമ്മ എന്തു പറഞ്ഞാലും അതേ സ്പിരിറ്റിൽ മരുമകൾ മനസ്സിലാക്കുന്നു. മരുമകൾ എന്തു പറഞ്ഞാലും അതേ അരൂപിയിൽ അമ്മായിമ്മയെ എടുക്കുന്നു. കെട്ടിയവൻ എന്തു പറഞ്ഞാലും അതേ ചൈതന്യത്തിൽ ഭാര്യ സ്വീകരിക്കുന്നു. ഭാര്യ പറഞ്ഞത് ഭർത്താവ് സ്വീകരിക്കുന്നു. ഇതാണ് സിയോൻ മാളിക. പുണ്യവര തിരുനാൾ ആഘോഷിക്കുന്ന അവസരത്തിൽ ഒരു കാര്യം ചെയ്യുക. ബാബേൽ ഗോപുരമായ എൻ്റെ വീടിനെ സ്നേഹത്തിൻ്റെ സിയോൻ മാളികയാക്കി മാറ്റുക. ആഗ്രയിലെ അതിമനോഹരമായ ഒരു കാഴ്ചയാണ് വെണ്ണക്കൽ സൗധമായ താജ്മഹൽ. ഷാജഹാൻ ചക്രവർത്തി തൻ്റെ വിശ്വപ്രേമത്തിന് നിതാന്ത സ്മാരകമായി പ്രിയപത്നിക്ക് വേണ്ടി മുംതാസിന് വേണ്ടി പണിതു വെച്ച മനോഹരമായ സ്മാരകം താജ്മഹൽ. ആ താജ്മഹലിനെ നോക്കി വിശ്വകവി ടാഗോർ പറഞ്ഞു, കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി, കാലത്തിൻ്റെ കവിളിലെ കണ്ണുനീർത്തുള്ളി. കാരണം മനോഹര സൗധമാണ്. അകത്ത് രണ്ട് ഉണങ്ങിയ ശവങ്ങൾ, സംസാരിക്കാത്ത രണ്ട് ഉണങ്ങിയ ശവങ്ങൾ. ഒരുപക്ഷെ ഇവിടുത്തെ എൻ്റെ വീട് മനോഹരമായ കെട്ടിടം, പക്ഷേ ഇത് താജ്മഹൽ. ഭാര്യയോട് ഒന്നും മിണ്ടാത്ത കെട്ടിയവൻ, ഭർത്താവിനോട് ഒന്നും മിണ്ടാത്ത ഭാര്യ. അങ്ങനെ വരുമ്പോൾ വീട് അത് ഒരു താജ്മഹലായിട്ട് മാറുക. കുടുംബത്തിൻ്റെ ബൈബിളിലെ പ്രതീകമാണ് കാനാൻ ദേശം. കാനാൻ ദേശം, എൻ്റെ വീട്, നിങ്ങളുടെ വീട് ഒരു കാനാൻ ദേശമായിട്ട് മാറണം. കാനാൻ ദേശത്ത് രണ്ട് അനുഭവങ്ങൾ, പാലും തേനും. ഒന്ന് പാല്. എന്താ പാല്? നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാം പാല്. താമസിക്കാൻ വീട്, കഴിക്കാൻ ഭക്ഷണം, ഉടുക്കാൻ തുണി, ആരോഗ്യത്തിന് മരുന്ന്, ഇതെല്ലാം ഉള്ളപ്പം പാലനുഭവം. ദൈവകൃപയാൽ വർഷങ്ങൾ പിന്നിടുമ്പോൾ നമ്മുടെ വീട്ടിൽ പാലനുഭവത്തിന് ഒരു കുറവുമില്ല. എല്ലാം ആവശ്യത്തിനൊക്കെ ഉണ്ട്. പക്ഷെ ഇല്ലാതെ പോകുന്നത് തേൻ അനുഭവം. തേൻ അനുഭവം ഇല്ലാത്ത വീട്ടിൽ നിന്ന് മക്കൾ ഒളിച്ചോടും. തേനനുഭവം ഇല്ലാത്ത ദമ്പതിമാർ ഡൈവോഴ്സിന് വരും. തേനനുഭവം ഇല്ലാതെ വന്നോ കുടുംബത്തിൽ നിരാശയും നീറ്റലും പുകച്ചിലും എല്ലാമായിട്ട് കുടുംബം മാറും. കാരണം തേനനുഭവം ഇല്ലാതെ വരുമ്പോഴാ. എന്താ തേനനുഭവം? ഭർത്താവിന് ഒരു സാമ്പത്തിക തകർച്ച വരുമ്പോൾ അവനെ കുറ്റപ്പെടുത്താതെ കൂടെ ഇരുന്ന് സാരമില്ല ചേട്ടാ, വീട്ടിൽ നമുക്ക് ഒന്നേന്ന് തുടങ്ങാം എന്ന് ഒരു ഭാര്യ പറയുമ്പോൾ ഭാര്യ ഭർത്താവിന് കൊടുക്കുന്നു തേനനുഭവം. ഭാര്യയ്ക്കൊരു പാളിച്ച വരുമ്പോൾ വഴക്ക് പറയല്ല, സാരമില്ല മോളെ, ഞാനല്ലേ ഉള്ളത്, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. അതാണ് തേനനുഭവം. മക്കൾ പരീക്ഷയെ നോക്കുമ്പം ചുമ്മാ ശാസിക്കുകയല്ല, മക്കളെ ഇനിയും പരീക്ഷ എഴുതാം, സത്യസന്ധമായി ജീവിച്ചാൽ മതി, ദൈവം നോക്കിക്കൊള്ളുമെന്ന് അപ്പനമ്മയും പറയുമ്പോൾ അത് തേനനുഭവം. അവിടെയാണ് പറയുക, ഒരിക്കലും സ്വന്തം മക്കളുടെ കേക്ക് കെട്ടിയവൻ്റെ കുറ്റം ഭാര്യ പറയരുത്. ഒരിക്കലും സ്വന്തം മക്കളുടെ കേക്ക് ഭാര്യയുടെ കുറ്റം ഭർത്താവ് പറയരുത്. ഭർത്താവിന് എന്തു കുറ്റമുണ്ടെങ്കിലും മക്കളുടെ മുമ്പിൽ വെച്ച് ഭർത്താവിൻ്റെ പക്ഷം പിടിക്കണം. ഭർത്താവിൻ്റെ പക്ഷം പിടിക്കണം. ഒറ്റയ്ക്കാവുമ്പോഴേ തിരുത്താവൂ. ഭാര്യയുടെ പക്ഷം പിടിക്കണം. ഒറ്റയ്ക്കാവുമ്പോഴേ തിരുത്താവൂ. പറയണം, എടി മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് കാരണവന്മാർ പറഞ്ഞിട്ടില്ലേ? എടി മക്കൾ പക്ഷിക്കുഞ്ഞുങ്ങൾ, നമ്മൾ വൃക്ഷം. വൃക്ഷം നിൽക്കും, പക്ഷി പറക്കും, നിനക്ക് ഞാൻ തുണ, എനിക്ക് നീ തുണ, നമുക്ക് ദൈവം തുണ. നമ്മൾ തുറമുഖം, മക്കൾ കപ്പൽ. കപ്പൽ പോകും, തുറമുഖം നിൽക്കും, നിനക്ക് ഞാൻ, എനിക്ക് നീ, നമുക്ക് ദൈവം. അങ്ങനെ പറയുന്നതാണ് ഉറപ്പുള്ള ദാമ്പത്യം, ഉടമ്പടിയുടെ ദാമ്പത്യം എന്നൊക്കെ നമ്മൾ വിളിക്കുക. ഇപ്പോൾ ദൈവം തന്ന കുടുംബത്തിൽ എൻ്റെ പെരുമാറ്റം, എൻ്റെ സംസാരം ഈ നാൾ വരെ എങ്ങനെയായിരുന്നു എന്ന് ഒരു സ്വയപരിശോധനയ്ക്ക് ദൈവം വിളിക്കുക. പരിശുദ്ധനായ ഫ്രാൻസിസ് മാർപ്പാപ്പ കോവിഡ്-19 കാലഘട്ടത്തിൽ ലോകമാസകലമുള്ള ക്രൈസ്തവ ദമ്പതിമാർക്ക് വേണ്ടി ഒരു കുടുംബ നവീകരണ ധ്യാനം നടത്തി. ആ ധ്യാനത്തിൽ പരിശുദ്ധ പിതാവ് പറഞ്ഞ ചിന്തകൾ ഈ നിമിഷത്തിൽ എൻ്റേതായ ശൈലിയിൽ ഒന്ന് വ്യാഖ്യാനിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു, കുടുംബത്തിൽ പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങൾ ഇന്ന് കുടുംബത്തിൽ ദമ്പതികൾ ജീവിക്കണം. പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങൾ ഇന്ന് കുടുംബത്തിൽ ദമ്പതികൾ ജീവിക്കണം. 10 പ്രമാണങ്ങൾ. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്.
ഈ പ്രമാണം ശരിക്കും മുറുക്കി പിടിക്കണം. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ദൈവപ്രമാണം. നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ വരുമ്പം പ്രാർത്ഥനാ സമയം മാറ്റിവെക്കരുത്. ഇഷ്ടപ്പെട്ട സീരിയലനുസരിച്ച് പ്രാർത്ഥനാ സമയം അഡ്ജസ്റ്റ് ചെയ്യരുത്. ഇഷ്ടപ്പെട്ട ഗെയിം TV വരുമ്പോൾ പ്രാർത്ഥനാ സമയം മാറ്റിവെക്കരുത്. കൃത്യമായൊരു സമയനിഷ്ഠ കുടുംബത്തിൽ വേണം. ചിലപ്പോഴെങ്കിലും സീരിയൽ പ്രാർത്ഥനാ സമയം മോഷ്ടിക്കുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങളെ ഒരു സന്ധ്യയ്ക്ക് ഞാൻ വിളിച്ചു. അപ്പോൾ അങ്കിള് പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ, ഞാനും മോൻ്റെ അമ്മായിയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു തമ്മിൽ കാണുക. പിന്നെ ഞാൻ മനസ്സിലായത് അന്നത്തെ ഒരു സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം. രണ്ടുപേരും ഇതും കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനാ സമയം സീരിയൽ മോഷിക്കുന്ന കാലം. ഒരു കുടുംബനാഥൻ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വരുന്നത് വടക്കൻ വീരഗാഥയിലെ പോലെ ടർക്കി ടേബിൾ കയറ്റി വിടുന്ന് സോപ്പ് പതച്ച് ദേഹം നനച്ച് ഒറ്റ വരവാ. ചതെന്താ, പരസ്യം വരുമ്പം വെള്ളം ഒഴിക്കാൻ പോയാൽ മതിയല്ലോ, ഇത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില പെണ്ണുങ്ങളെ കാണാം വൈകിട്ട് 6 മണിക്ക് കുളിച്ച് തോർത്തി നല്ല വേഷം ധരിച്ച് കാച്ചിക പുഴിയുന്നതുപോലെ മുടി പൊക്കി കെട്ടി ഞണ്ട്, തേള്, പഴുതാര, ആമ, കൊടക്കമ്പി, വിറകുകമ്പി, ആപ്പ്, പൂള് ഇതും കുത്തി കയറ്റി നെഞ്ചിന് കുറുകെ ഒരു ടർക്കി ടേബിളുമായിട്ട് ഒറ്റ ഇരിപ്പാണ്. കാരണം വൈകിട്ട് 6:30 മുതൽ ഒരുപാട് സീരിയൽ കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ഞാനിപ്പോൾ വരുന്നത് ഉഴവൂരിൽ നിന്നാണ്. അവിടെ ഒരു അമ്മച്ചി 2 മാസം മുമ്പ് അയൽവക്കത്തെ പിള്ളേർക്ക് 50ഓളം കുഞ്ഞുങ്ങൾക്ക് ലഡു വിതരണം ചെയ്തു. ആൾക്കാർ ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. വിവാഹവാർഷികമാണോ? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണോ? അല്ല. പിന്നെ ഈ ലഡു? ആൻറ്റിയുടെ മറുപടി, കഴിഞ്ഞ 9 മാസമായി സീരിയലിൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി ഇന്നലെ പ്രസവിച്ചു. അതിൻ്റെ സന്തോഷത്തിനാണ് ആൻറ്റിയുടെ ലഡു നാട്ടുകാർക്ക് കൊടുക്കുക. അപ്പം നമ്മൾ പ്രാർത്ഥനാ സമയം സീരിയലിന് വിട്ടുകൊടുക്കരുത്. പ്രാർത്ഥനാ സമയം ഇപ്പം ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നു. ഒപ്പം നല്ല വാക്കുകൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ 3 വാക്കുകൾ ദമ്പതിമാർ പരസ്പരം പറയാൻ പഠിക്കണം. 1, പ്ലീസ്. പ്ലീസ് എന്താ പ്ലീസ്? സൗഹൃദത്തിൻ്റെ ഭാഷ. ഇന്ന് പഠിത്തമുള്ള തലമുറയാണ്, പുതിയ തലമുറയാണ്. പഴയ കാടൻ തലമുറ കടന്നുപോയി. സൗഹൃദത്തിൻ്റെ ഭാഷ ചുമ്മാ പറയുക, ചായ അനത്തടി, കറി വലത്തടി, ചോറ് വിളമ്പടി. അതിനകത്തൊരു സൗഹൃദത്തിൻ്റെ ഭാഷയില്ല. കറി വലത്തിയാലോ, ചോറുണ്ടാലോ, ഒരു ചായ കുടിച്ചാലോ സൗമ്യതയുടെ ഭാഷ ഭാര്യയോട് പറയണം. ഭാര്യ ഭർത്താവിനോടും അങ്ങനെ തന്നെ പറയണം. പൊന്നു മനുഷ്യ, പഞ്ചാര തീർന്നിട്ട് 2 ദിവസമായി. ഞാൻ 2 ദിവസം പറഞ്ഞു, ഇന്നും കൂടെ മേടിച്ചില്ലെങ്കിൽ നാളെ കട്ടൻ കാപ്പി കയറ്റേണ്ടി വരും കേട്ടോ. അവിടെ സൗഹൃദത്തിൻ്റെ ഭാഷയില്ല. സൗഹൃദത്തിൻ്റെ ഭാഷ, അന്തസ്സുള്ള ഭാഷ പറയാൻ പഠിക്കണം. പ്ലീസ്. 2, സോറി. എന്താ സോറി? എൻ്റെ ഏടി, നീ എന്തോ പറഞ്ഞപ്പം എനിക്ക് അപ്പടി മൂടൗട്ടായിരുന്നു. ഞാൻ ചുമ്മാ അങ്ങ് അരിശപ്പെട്ട് എന്തോ പറഞ്ഞു പോയി. മോളെ ഒന്നും മനസ്സിൽ വെച്ചേക്കില്ല കേട്ടോ. സോറി. ഇത്രയും പറഞ്ഞോ ഭാര്യയുടെ പ്രശ്നം തീർന്നു. ഭാര്യ ഭർത്താവിനോട്, എൻ്റെ മനുഷ്യ 100 കൂട്ടം പണിയും പണിയിരുന്നപ്പോഴാണ് ഇങ്ങനെ 2 ചൊറിഞ്ഞ് വർത്താനം വേണ്ടുവന്നു. ഞാൻ എന്തോ പറഞ്ഞു പോയി, മനസ്സിൽ വെച്ചോണ്ടല്ലോ കേട്ടോ. സോറി കേട്ടോ, പ്രശ്നം തീർന്നു. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. നമ്മുടെ ഇന്ത്യ ഒഴികെ ലോകത്ത് എവിടെ ചെന്നാലും ഭാര്യ നല്ല ഭക്ഷണം ഉണ്ടായി കൊടുത്ത കെട്ടിയവൻ താങ്ക് യു പറയും. ഭർത്താവ് എന്തെങ്കിലും ചെറിയൊരു സാധനം മേടിച്ചു കൊടുത്തോ ഭാര്യ താങ്ക് യു പറയും. നമുക്ക് മാത്രമാണ്, ഓ എൻ്റെ അവകാശം, ഞാൻ എന്നാ താങ്ക് യു പറയാനാ? താങ്ക് യു. ഞാൻ കണ്ടിട്ടുണ്ട് അമേരിക്കയിൽ ചെല്ലുമ്പം നല്ല മുട്ട ഓംലെറ്റ് കൊടുക്കുമ്പം ഭർത്താവ് രുചിച്ചിട്ട് താങ്ക് യു ഹണി, നല്ല ടേസ്റ്റ് ആണല്ലോ. അങ്ങനെ പറയാൻ പഠിക്കണം. അച്ഛനിത് പറഞ്ഞു, ഇന്ന് രാത്രി 9:30 വീട്ടിൽ ചെല്ലുമ്പം ഭാര്യ ചോറും താറാവ് പെരലും കൂടെ വിളമ്പി വെക്കുന്നു. കെട്ടിയവൻ ഒരു ഉരുള വേണ്ടിയിട്ട് താങ്ക് യു. ഭാര്യ തനിക്ക് വട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ താങ്ക് യു പറയാൻ. അപ്പം നമ്മൾ സാവധാനത്തിൽ വാക്കിൽ പ്രവൃത്തിയിൽ ഒരു താങ്ക് യു. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. അതോടൊപ്പം തന്നെയാണ് ടൈം കൊടുക്കും. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഇടം കൊടുക്കും. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ എൻ്റെ ഭർത്താവിന് ഞാൻ ഇടം കൊടുക്കും. പല കുടുംബത്തിലെയും പ്രശ്നം ഇടം ഇല്ല, ഇടം ഇല്ല. സത്രത്തിൽ അവന് ഇടം കിട്ടിയില്ല. കുടുംബത്തിൽ പ്രശ്നം ഉണ്ടെന്ന് ഇടമില്ലാതാകുമ്പോഴാണ് ഒരു ഭാര്യയ്ക്ക് തോന്നണം, എൻ്റെ അപ്പനെയും അമ്മയും വീട്ടുകാരെയും എല്ലാവരെയും വിട്ടിട്ട് എൻ്റെ കെട്ടിയവനൂടെ വന്നതാ,
എൻ്റെ വീട്ടിൽ കിട്ടുന്ന അതേ ഇടം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ കൊടുക്കാൻ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയും അപ്പനും പെങ്ങന്മാരും ഒക്കെ ശ്രമിക്കണം. ഇല്ലെങ്കിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകും, അവിടെ ഇടമുണ്ട്, ആ ഇടം ഭർത്താവിൻ്റെ വീട്ടിൽ കൊടുക്കണം. ചില ആണുങ്ങൾ പറയും, എൻ്റെ അച്ചു എനിക്കവിടെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവളെ ഉള്ളിൽ കൊള്ളാൻ പറ്റാത്ത വിധം ഏതാണ്ടൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്, അവൾക്ക് ഇനി സ്പേസ് ഇല്ല. ഇടം കെട്ടിവിടെ തോന്നണം, ഇവർക്ക് ഇവിടെ ആങ്ങളെക്കാട്ടിലും വീട്ടുകാരെക്കാൾ ഇവിടെ ഹൃദയത്തിൽ എനിക്ക് ആ സ്ഥാനം. ഇതാണ് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കും വരുന്ന മാറ്റം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചു, എൻ്റെ ഭർത്താവ് എന്നെയല്ല കല്യാണം കഴിച്ചത്, 10 ഏക്കർ റബ്ബർ തോട്ടത്തെയും ഒരു ഇന്ത്യക്കാരനെയുമാണ്. മാസത്തിൽ 5 ദിവസം പോലും എൻ്റെ കൂടെ വന്ന് താമസിക്കുകയില്ല. ഞാൻ പറഞ്ഞേ, ഭാര്യയ്ക്ക് ഇങ്ങനെ പരാതിയുണ്ട്. കെട്ടിയവന് പൊട്ടി, അവൾക്ക് വല്ല വിവരമുണ്ടോ? എന്നാത്തിൻ്റെ കുറവാച്ചാൽ ഡെയിലി 5 ഷീറ്റ് അവളുടെ പേരിൽ, ഒരു മാരുതി സെൻ കാർ, സമർത്ഥനായൊരു ഡ്രൈവർ, ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു, അതാ കുറവ്, ഡ്രൈവർ പോരാ, നീ തന്നെ വീട്ടിൽ വേണം, ഇതാണ് കുറവെന്ന് പറയുക. ദൈവത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ കാഴ്ചപ്പാട് മാറും. അങ്ങനെ സ്ഥാനം കൊടുക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പ്രോത്സാഹന വാക്ക് പറയും, ഭാര്യ ഭർത്താവിനോട് പ്രോത്സാഹന വാക്ക് പറയും. കുടുംബത്തിൽ ഞാൻ ഭരണജ്ഞാനം അസീസി ധ്യാനമന്ദിരത്തിൽ 100 ഭാര്യാഭർത്താക്കന്മാരെ ധ്യാനിപ്പിക്കുക, 100 കെട്ടിയവന്മാരും 100 ഭാര്യമാരും. 65 വയസ്സ് പ്രായം വരുന്ന ഒരു ഭർത്താവും ഭാര്യയും കൗൺസിലിങ്ങിന് എൻ്റെ മുറിയിൽ വന്നു. 2 പേരുടെ മുഖം ആകെപ്പാടെ വീർത്തിരിക്കുന്നു. ഞാൻ കുറച്ച് സംസാരിച്ചും പിടിയിട്ട്, ഈ ഭാര്യയ്ക്കാണെങ്കിൽ ഭർത്താവിൻ്റെ പ്രോത്സാഹന വാക്ക് കേൾക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവളാണ്. അവനാണോ ഒരിക്കലും അതുകൊണ്ട് വാക്ക് പറയാൻ മനസ്സില്ലാത്തവനുമാണ്. അപ്പം ഞാൻ പറഞ്ഞു ഭർത്താവിനോട്, ഭാര്യ ഒരു നല്ല ചക്കുകുരുമാങ്ങ കറി വെച്ചാൽ കൊള്ളാവില മോളെ, നല്ല രുചിയല്ലേ, ഒരു വാക്ക് പറയണം. തുണി അലക്കിയാൽ നല്ലത് പറയണം. മുറിക്കകം അടിച്ചു വാരിയിട്ടാൽ നല്ലത് പറയണം. കെട്ടിയവൻ പറഞ്ഞു, ഞാൻ മാത്രമല്ലല്ലോ അവളും പിള്ളേരും കൂടെ തിന്നുന്നില്ലേ, ഞാൻ തന്നെ ഈ നല്ലത് പറയണം. ഞാൻ പറഞ്ഞു, പറയണം. ചെമ്മീനും മുരിങ്ങക്കായും കൂടെ കറി വെച്ചാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ അവാർഡ് ഭാര്യയ്ക്ക് കിട്ടിയല്ല, കെട്ടിയവൻ്റെ വാക്കേ ഉള്ളൂ, നല്ലത് പറയണം. വെള്ളിയാഴ്ച ധ്യാനം കഴിഞ്ഞ് ഇവർ പോയി. എന്നും രാത്രി 8 മണിക്കാണ് അത്താഴം. തിങ്കളാഴ്ച രാത്രി 8 മണിക്ക് അത്താഴം കത്തിരിക്കുക. സാധാരണ ഐറ്റം ചൂട് കഞ്ഞി, കുരുമുളക് പൊടിയുടെ വൻപയർ തോരൻ, കടുകുമാങ്ങ, തേങ്ങാച്ചൂട്ട ചമ്മന്തി, ഈ ഐറ്റങ്ങളാണ്. ഇയാൾ ചമ്മന്തിയും കഞ്ഞിയും കാത്തിരിക്കുക. 8 മണിയായപ്പം ഭാര്യ ഒരു പ്ലേറ്റ് നിറയെ കുഴച്ച് വേവിച്ച ചക്കപ്പുഴുക്കും മറ്റൊരു പാത്രം നിറയെ വറുത്തരച്ച കോഴിക്കറിയായിട്ട് വന്നു. കഞ്ഞിയും ചമ്മന്തിയും കാത്തിരിക്കുമ്പോഴാണ് ചക്കപ്പുഴുക്കും കോഴിക്കറിയും. സന്തോഷമായി. പുഴുക്ക് മൊത്തം നിന്നു, പ്ലേറ്റ് വടിച്ചു നോക്കി, കറി മൊത്തം കൂടി അരപ്പം നീട്ടി നോക്കി, ഒരു ഏമ്പക്കവും വിട്ടു. അപ്പോഴാ ഓർത്തത്, അച്ഛൻ പറഞ്ഞ കാര്യം നല്ലത് പറയണ്ടേ. അവൻ പറഞ്ഞു, എൻ്റെ ലിസിമോളെ കല്യാണം കഴിഞ്ഞ് 31 വർഷം. ഈ 31 വർഷത്തിൻ്റെ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഭക്ഷണം. എൻ്റെ ഏടി ധ്യാനം കൂടിയപ്പം ഭക്ഷണത്തിന് ടേസ്റ്റും കൂടെ മാറി. കൊള്ളാം കേട്ടോ. അവൾ ഒറ്റ കരച്ചിൽ. എന്തിനാണ് കരയുന്നത്? പുത്തുമരേകച്ചൻ പറഞ്ഞില്ലായിരുന്നോ നല്ലത് വരുമ്പം നല്ലത് പറയണമെന്ന്? ഭാര്യ പറഞ്ഞു, അച്ഛൻ പറഞ്ഞത് ശരിയാ, എന്നാലും എൻ്റെ മനുഷ്യ, കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം ഞാൻ തനിക്ക് വെച്ച് വിളമ്പി തന്നിട്ടും തനിക്ക് നല്ലതൊന്നും പറയാനില്ല. അയൽപക്കത്തെ ലിസിമോളുടെ ചക്കപ്പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ തനിക്ക് നല്ലത് പറയാൻ തോന്നിയത്. എവിടുന്ന് വന്നു, എപ്പോൾ കിട്ടി, എവിടുന്ന് കിട്ടി, ഇതറിഞ്ഞിട്ടേ പറയാവൂ. അപ്പം നല്ല വാക്കുകൾ പറയുന്ന ഒരു കുടുംബജീവിതം 1-ാം പ്രമാണം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുന്ന കുടുംബജീവിതം. 2, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. കുടുംബത്തിൽ തെറി പറയല്ലേ. ആണുങ്ങൾ ഭാര്യയെ ചീത്ത വിളിക്കല്ലേ, പെണ്ണുങ്ങൾ ഭർത്താവിനെയും തിരിച്ച് ചീത്ത വിളിക്കല്ലേ, കാരണന്മാർ കുഞ്ഞുങ്ങളെയും ചീത്ത വിളിക്കല്ലേ. അങ്ങനെ വിളിച്ചാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ ചീത്തവാക്ക് പറഞ്ഞോ, നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾ അത് കാണാപ്പാഠം പഠിക്കും. അമ്മയുടെ വർത്തമാനം പെൺകുട്ടി പഠിക്കും, അപ്പൻ്റെ വർത്തമാനം ആൺകുട്ടി പഠിക്കും. ഒരു വീട്ടിൽ അപ്പൻ എപ്പോഴും പറയുന്ന വാക്ക് കുന്തം, കൊടച്ചക്രം, കോപ്പ്, കിഴങ്ങ്, മാട, കോട, കോക്കൻ, ഉണ്ണാക്കൻ, കോന്തൻ, കൊശവൻ, സ്ഥിരം വാക്കാകും. അപ്പൻ്റെ 6 വയസ്സുള്ള മോൻ ഇത് കേട്ടു പഠിച്ചു. ഗുണനപ്പട്ടിക പോലെ ചൊല്ലിപ്പഠിച്ചു. കോപ്പയ, കിഴങ്ങ്, മാട, കോട, കോക്കൻ, ഉണ്ണാക്കൻ, കോന്തൻ, കൊശവൻ, ഈ പറഞ്ഞു പഠിച്ചു. പള്ളിപ്പെരുന്നാൾ വന്നു. പള്ളിപ്പെരുന്നാൾ വന്നുള്ള അപ്പൻ 200 രൂപ കൊടുത്ത് ഒരു മുഴുത്ത പ്ലാസ്റ്റിക് തീവണ്ടി ഈ മോന് മേടിച്ചു കൊടുത്തു.
അവൻ തീവണ്ടി നേരെ നിർത്തി ചൂളം വിളിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ട്രെയിൻ കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി, തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. 1-ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ 5 കിഴങ്ങന്മാരും 2-ൽ 3 ഓക്കന്മാരും കയറിയിട്ടുണ്ട്. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ട്രെയിൻ പോകുന്ന ശബ്ദം കേൾപ്പിച്ചു. കുരങ്ങൻ ട്രെയിൻ നിർത്തി. പ്രിയപ്പെട്ട യാത്രക്കാരെ, ചങ്ങനാശ്ശേരിയിലെത്തി 3 കിഴങ്ങന്മാർ ഇറങ്ങിയപ്പം 5 പൊട്ടന്മാർ പിന്നെയും കയറി. വണ്ടി മുമ്പോട്ട് പോകുന്നു. ആരിശം വന്ന അപ്പൻ തീവണ്ടി എടുത്ത് ഒറ്റ ഏറ് 5 കഷ്ണമാണ്. തീവണ്ടി പൊട്ടി നുറങ്ങിപ്പോയി. അവൻ കുത്തിയിരുന്ന് കരഞ്ഞു. അരമണിക്കൂർ കരഞ്ഞ് സ്വരമടച്ചു. എന്നിട്ട് അപ്പൻ്റെ മനം ഇടിച്ചു. ഇന്നത്താണ് കുത്തിയിരുന്ന് കരയുന്നത്. തീവണ്ടി അപ്പൻ്റെ അഞ്ച് പൊട്ടിച്ചില്ല. അതുകൊണ്ടാണ് അപ്പൻ പറഞ്ഞു, മോനെ, നീ ചീത്ത വാക്ക് പറഞ്ഞിട്ടാ, മേലിൽ പറയാതിരുന്നാൽ മതി, നമുക്ക് പരിഹാരം ഉണ്ടാകും. അവൻ പറഞ്ഞു, പുതിയ ഒരെണ്ണം മേടിച്ച് തരാമോ? പുത്തൻ മേടിക്കാൻ കാശില്ല, ഇത് പെറുക്കി കൊളുത്തി തരാം. കുത്തിയിരുന്ന് പെറുക്കി കൊളുത്തി പഴയതുപോലാക്കി. എരിഞ്ഞ് പൊട്ടിക്കാനും കൊളുത്താനും എല്ലാം കൂടി 1 മണിക്കൂറായി. വണ്ടി നേരെ നിർത്തി. അപ്പം മേൽ മോശവാക്കൊന്നും പറയില്ല. അവൻ പറഞ്ഞു, അപ്പനാണ് സത്യം, ഒരു മോശവാക്കും പറയല്ല. തീവണ്ടി നേരെ നിർത്തി ചൂളം വിളിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ല, ചെങ്ങന്നൂർ, മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു മറ്റവൻ്റെ മോൻ കാരണം ട്രെയിൻ 1 മണിക്കൂർ താമസിച്ചു പോയെന്ന കാര്യം ഖേദപൂർവ്വം ഞാൻ അറിയിക്കുക. എങ്ങനെയാണോ അപ്പനമ്മ, അത് മക്കളുടെ ഭാഷയായിട്ട് മാറും. അപ്പൻ്റെ അമ്മയുടെയും ഭാഷ മക്കളുടെ ഭാഷയായിട്ട് മാറും. ചീത്ത വാക്ക് പറയല്ലേ. ഒരു സ്ഥലത്ത് ധ്യാനത്തിൽ ഞാൻ പറഞ്ഞു, നല്ല ഭർത്താക്കന്മാർക്ക് ഭാര്യയെ നേടാൻ പറ്റണമെങ്കിൽ ഭാര്യയുടെ പേരിനോട് ചേർത്ത് മോളെ എന്ന് വിളിച്ചാൽ മതി. ഏത് പ്രായമായാലും പെണ്ണുങ്ങൾക്ക് സന്തോഷമാണ് കെട്ടിയവൻ മോളെ എന്ന് വിളിക്കുന്നത്. ജെസ്സിയാണോ ജെസ്സിമോളെ, ചെസ്സിയാണോ ചെസ്സിമോളെ, ജാസ്മിനാണോ ജാസ്മിൻ മോളെ, മിനിയാണോ മിനിമോളെ, മോളിയാണോ മോളുടെ മോളെ എന്ന് വിളിച്ചാൽ അത് വലിയ സന്തോഷം. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ചു ഒരു ധ്യാനം കൂടണ്ട, കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ മുതൽ എൻ്റെ കെട്ടിയവൻ എന്നെ മോളെ മോളെ എന്ന് വിളിക്കും. പക്ഷെ ആരംഭത്തിൽ വേറെ ഏതാണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാണ് മോളെ എന്നുള്ള വിളി വരിക. അപ്പോൾ കുടുംബത്തിൽ മോശമായ വാക്കുകൾ ഒരിക്കലും പറയല്ലേ. ലോകത്തിൽ എല്ലാ ഭാഷയിലും നല്ല നാടൻ തെറിയുണ്ട്. പക്ഷെ ലോകഭാഷകളിൽ മറ്റെല്ലാ ഭാഷയിലും തെറിക്ക് നീളക്കുറവാണ്. ഏറ്റവും നീണ്ട തെറി ലുത്തിനിയ പോലെ, ഗുണനപ്പട്ടിക പോലെ കൊളുത്തി പറയാവുന്ന തെറി ശ്രേഷ്ഠ ഭാഷയായ മലയാളത്തിലാണ്. ഗിന്നസ് ബുക്കിലെ ഏറ്റവും മുഴുത്ത തെറി കാസർഗോഡുകാരൻ ക്രിസ്ത്യാനി കുടുംബനാഥൻ വിളിച്ച ഒരു തെറിയാണ്. ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 3.5 സെക്കൻഡ്. ഉള്ളടക്കം ആര് തെറി കേട്ടോ, തെറി കേട്ടവൻ്റെ 7 തലമുറകളിലുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തലോടി കടന്നുപോയ ഒരു അന്താരാഷ്ട്ര തെറി എന്നാണ് പറയുക. കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. ചീത്ത വാക്കുകൾ ഉയരുന്ന കുടുംബത്തിൽ ദൈവനാമം മലിനമാകും. ഒപ്പം ഓർക്കുക, നേർച്ച. ചുമ്മാ നേർച്ച നേർന്നിട്ട് നേർച്ച നിറവേറ്റിയില്ലെങ്കിൽ ദൈവത്തെ കളിയാക്കുന്നവരാ. നേർച്ചക്കടം പെരയ്ക്കാത്തതുകൊണ്ടോ അതിൻ്റെ 10 ഇരട്ടി തുക മരുന്നിന് പോവും. കാരണം വാഗ്ദാന ലംഘനത്തിൻ്റെ തിരിച്ചടി. ദൈവം ശിക്ഷിക്കുന്നതല്ല, വാഗ്ദാന ലംഘനം. ഉദാഹരണം, ഞാൻ നേർച്ച നേരുന്നു, എൻ്റെ കുട്ടി IELTS പാസ്സായാൽ വേളാങ്കണ്ണി പോയി 2000 രൂപ നേർച്ചയിട്ട് കുരിശിന് വഴി നടത്തി കുർബാനയിലും പങ്കെടുത്ത് പോന്നേക്കാം. നേർന്നപ്പം കാശുണ്ട്. 2 മാസം കഴിഞ്ഞപ്പം എങ്ങനെയോ കടം വന്നു, കാശില്ലാതെ പോയോ പിന്നെ ആ നേർച്ചയില്ല. ദൈവം എടുത്തു ആ നേർച്ച. കാശുണ്ടായിട്ടും നിറവേറ്റിയില്ലെങ്കിലേ ഉള്ളൂ നേർച്ചക്കടത്തിൻ്റെ പ്രശ്നമെന്ന് പറയുക. ഇപ്പം നമ്മൾ IELTS പാസ്സായി, കൊച്ചിന് ജോലിയും കിട്ടി, പക്ഷെ നാളുകളായിട്ട് ഇതുവരെയും നേർച്ച നിറവേറ്റിയില്ലെങ്കിൽ പോകാൻ പറ്റിയില്ലേ. വേളാങ്കണ്ണിക്ക് പോകുന്ന ഒരാളുടെ കയ്യിൽ 2000 രൂപയും എനിക്കുണ്ടാകുന്ന വണ്ടി ചെലവും ഭക്ഷണ ചെലവും കൂടി ഉൾപ്പെടെ ഒരാളുടെ കൊടുത്തു വിട്ട് വേളാങ്കണ്ണി പള്ളിയിൽ അത് ഏൽപ്പിച്ചു വന്ന് ഉറപ്പ് വരുത്തണം. എങ്കിലേ നേർച്ചക്കടം വീടൂ. നമ്മൾ പറയാം, വേളാങ്കണ്ണിക്ക് പോകാൻ പാടാം, അതുകൊണ്ട് ഇവിടുത്തെ പള്ളിക്ക് കൊടുത്തേക്കാം. അത് നേർച്ചക്കടം മാറുകയല്ല, കടം കിടക്കും. ഇത് ഔദാര്യം. അല്ലല്ലോ ഓർക്കുക, എന്തിനാ പള്ളിക്ക് ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് സഹായിച്ചേക്കാം, അത് നേർച്ചക്കടമല്ല, ഔദാര്യം. ഒരിക്കലും നേർച്ചക്കടം, ഒരു നേർച്ച നേർന്നിട്ട് സ്വന്തമായിട്ട് തിരുത്താൻ അവകാശമില്ല. വൈദികരെ കണ്ടോ,
അധികാരികളെ കണ്ടോ നേർച്ചക്കടം ഇളച്ചു മേടിക്കാം, മേറ്റി മേടിക്കാം. നമുക്ക് തോന്നുന്ന പോലെ നേരുക, നാളെ ഇളക്കുക, ആ കടം എന്നും അവിടെ കിടക്കും. ഇവിടെ ഒരു കാര്യം ഓർക്കാനുള്ളത്, നിറവേറ്റാൻ പറ്റുന്ന നേർച്ചകളെ നേരാവും. ചുമ്മാ ചാടിക്കയറി നേർന്നേക്കൽ നിറവേറ്റാൻ പറ്റുന്ന നേർച്ചകൾ മാത്രമേ നേരാവൂ. ഉദാഹരണം, കയ്യിലൊരു ചെറിയ ചൊറി വരുമ്പം ഇവിടെ ഇരുന്ന് പറയല്ലേ, എൻ്റെ കർത്താവേ ഇത് സുഖപ്പെടുത്തുവാണെങ്കിൽ ഇസ്രയേലിൽ യോർദാൻ നദിയിൽ പോയി നീന്തിക്കോളാവുന്ന തകഴി ഈ തെരഞ്ഞെടുപ്പിലിരുന്ന് ആരും പ്രതിജ്ഞ എടുത്തേക്കരുത്. പറ്റുമെങ്കിലേ നേരാവൂ. അതിങ്ങനെ നേർന്നാൽ മതി. എൻ്റെ കർത്താവേ ഇത് സുഖപ്പെടുവാണെങ്കിൽ ഷവറിന് കീഴേ നിന്ന് സോപ്പ് പതച്ച് കുളിക്കുമ്പം നിന്നെ ഓർത്തുകൊണ്ട് കുളിച്ചോളാം. പറ്റുന്ന നേർച്ചകളെ നേരാവൂ. ചുമ്മാ പൊട്ട നേർച്ചകൾ നേരരുത്. നേർന്നോ നിറവേറ്റിയിരിക്കണം. കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. രണ്ട് പ്രമാണങ്ങൾ: ഒന്ന്, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക. രണ്ട്, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. നമ്മൾ 1 മണിക്കൂറായിട്ട് ഇരിക്കുകയാണ്. നമുക്കൊന്ന് എഴുന്നേക്കാം. ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട്